മത്തങ്ങ കൊണ്ട് നമുക്ക് ഒരുപാട് വിഭവങ്ങളുണ്ടാക്കാം. പക്ഷെ ഞാൻ വിചാരിച്ചു ഇതങ്ങോട്ട് വരട്ടി വയ്ക്കാമെന്ന്. മത്തങ്ങ ആണെങ്കിലും അതിൻ്റെ കുരു ആണെങ്കിലും ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുണ്ട് കേട്ടോ. ഫൈബർ ധാരാളം ഉള്ളത് കൊണ്ട് മത്തങ്ങ കഴിച്ച് നമുക്ക് പെട്ടെന്ന് വിശപ്പ് തോന്നില്ല. മത്തങ്ങ പുഴുങ്ങിയിട്ട് തേങ്ങയൊക്കെ ചിരണ്ടിയിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അങ്ങനെ ആരെങ്കിലും കഴിച്ചിട്ടുണ്ടോ? വെയിറ്റ് ലോസ് ചെയ്യുന്നവർക്കൊക്കെ വളരെ നല്ലൊരിതാണ് ഈ മത്തങ്ങ. പെട്ടെന്ന് വിശക്കില്ലല്ലോ. കാഴ്ചശക്തി കൂട്ടാനും പ്രതിരോധശേഷി കൂട്ടാനും ഒക്കെ മത്തങ്ങ കഴിക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ ഈ മത്തങ്ങ വരട്ടി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇലയട ഉണ്ടാക്കാം, കൊഴുക്കട്ട ഉണ്ടാക്കാം, അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് ഇതും കൊണ്ട് ഉണ്ടാക്കാം. മത്തങ്ങ അല്ലാണ്ട് കറി വെച്ച് കഴിക്കുമ്പോൾ അതെല്ലാവർക്കും ഇഷ്ടമാവണമെന്നില്ലല്ലോ. അപ്പോൾ ഇത് മത്തങ്ങ ഇഷ്ടമില്ലാത്തവർക്ക് കൂടി ഇങ്ങനെ വരട്ടി വെച്ചിട്ട് എന്തെങ്കിലും പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ അതെല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പം മത്തങ്ങ നമ്മൾ തൊലിയൊക്കെ ചെത്തി കഴുകി എടുത്തിട്ടുണ്ട്. ഇനി അത് നന്നായിട്ട് ആവിയിൽ വേവിച്ചെടുക്കണം. ഉപ്പൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. നന്നായിട്ട് ആവിയിൽ വേവിച്ചെടുത്തിട്ട് അത് മിക്സിയിൽ അരച്ചെടുത്താൽ മതി. അപ്പോൾ ഇതെല്ലാം മത്തങ്ങ വെന്ത് വന്നിട്ടുണ്ട്. അതവിടെ ഇരിക്കട്ടെ. തണുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് അരച്ചെടുക്കാം. അപ്പോൾ അതിലേക്ക് ചേർക്കാനുള്ള സാധനങ്ങൾ കുറച്ചുണ്ട്. അത് പൊടിച്ചെടുക്കാം. ഒരു 3-4 ഏലയ്ക്ക, ഒരു ചെറിയ പീസ് ചുക്ക്, പിന്നെ ഇത്തിരി ജീരകം, ഇതെല്ലാം കൂടി ഇത്തിരി പഞ്ചസാരയും കൂടി ചേർത്തിട്ട് നമുക്ക് പൊടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അതും പൊടിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഉരുളിയിലോട്ട് നെയ്യ് ഒഴിച്ചിട്ട് അതിനകത്ത് നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള നട്ട്സും കിസ്മിസൊക്കെ വറുത്തെടുക്കണം. അപ്പം നട്ട്സും കിസ്മിസൊക്കെ ചേർക്കുന്നത് നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർക്കാം കേട്ടോ, അതിനൊന്നും കുഴപ്പമില്ല. ഇതെല്ലാം വറുത്തെടുത്തിട്ട് ഇതിലേക്ക് വേണം നമുക്ക് മത്തങ്ങ അരച്ചത് ചേർക്കാനായിട്ട്. ഇതിൽ ഞാൻ തേങ്ങ ചേർക്കണില്ല. നമ്മൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാനായിട്ട് എടുക്കുന്ന സമയത്ത് അന്നേരം തേങ്ങ ചേർക്കാമെന്ന് വിചാരിച്ചു. ഇനി അതല്ല, നമ്മളിത് തേങ്ങ ചേർക്കണമെങ്കിൽ ഈ സമയത്ത് ഈ നെയ്യിലിട്ട് തേങ്ങ ഒന്ന് ചൂടാക്കിയതിന് ശേഷം മത്തങ്ങ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇനി മത്തങ്ങ നന്നായിട്ട്, ഇതിൻ്റെ ഏറ്റവും വലിയ പണി എന്താ പറയുക, ഇതിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ മെയിൻ പണി. അല്ലാതെ ഉണ്ടാക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോൾ ഇതിനിങ്ങനെ ഇളക്കി നമ്മൾ കൈവിടാതെ ഇളക്കി കൊടുക്കണം. ഇതാണ് ഞാൻ ആദ്യം ആ മത്തങ്ങ തന്നെ ഇട്ട് ഉരുളിയിലിട്ടൊന്ന് ഇളക്കി. ഇപ്പോൾ അത് കണ്ടോ, ഒരു കുറച്ച് തിക്കായി വന്നേണ്ടോ. ഈ സമയത്ത് നമ്മൾ ഇതിനകത്തേക്ക് ശർക്കര ഉരുക്കി വെച്ചിട്ടില്ലേ, ശർക്കര പാനി ചേർത്ത് കൊടുക്കണേ. ഈ സമയത്ത് ചേർത്ത് കഴിഞ്ഞാൽ നമുക്കത് ഇളക്കി യോജിപ്പിക്കാനായിട്ട് എളുപ്പമുണ്ടാവും. കുറച്ചുകൂടി തിക്കായി കഴിഞ്ഞാൽ പിന്നെ അത് ഇളക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പോൾ കണ്ടു, ഇപ്പം നമുക്കത് ഈസി ആയിട്ട് ഇളക്കിയെടുക്കാൻ പറ്റും. പിന്നെ ഇതെല്ലാം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് വീണ്ടും ഇളക്കണം. ശർക്കരയൊക്കെ ചേർക്കുന്നത് നമ്മളുടെ ഇഷ്ടത്തിന് മധുരത്തിനനുസരിച്ചൊക്കെ ചേർക്കട്ടെ, അതിനങ്ങനെ അളവൊന്നുമില്ല. ഇത് നന്നായിട്ട് ഇളക്കി. ഇതുണ്ട്, ഇടയ്ക്ക് ഇതുപോലെ കൊമള പോലെ വരും. അപ്പോൾ ആ സമയത്ത് നമ്മൾ കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്താൽ മതി. അന്നേരം ഇളക്കാനായിട്ട് എളുപ്പമാണ്. കയ്യിലോട്ട് അധികം ഇങ്ങനെ പൊട്ടിത്തെറിക്കില്ല. ഏകദേശം നമ്മൾ ആ ചക്ക വരട്ടണ പോലെയൊക്കെ തന്നെയാണ്. ചക്ക വരട്ടുമ്പോൾ അറിയാമല്ലോ, കയ്യിലോട്ട് ഇങ്ങനെ പൊട്ടിത്തെറിക്കില്ലേ, അതുപോലെ ഇതും തെറിക്കും. അപ്പം നമ്മൾ നെയ്യൊക്കെ ഇച്ചിരി ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ എളുപ്പമുണ്ടാവും. ഇനിയിപ്പോൾ അത് തിക്കായി വരണേ കണ്ടോ. ഇപ്പോൾ ഇത് തിക്കായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് അരി വറുത്ത് പൊടിച്ചതാണ് ഈ ചേർക്കേണ്ടത്. നമ്മൾ സാധാരണ ചോറ് വയ്ക്കണ അരിയില്ലേ, മട്ടയരി, അതാണ് ഇപ്പോൾ ഞാൻ വറുത്ത് പൊടിച്ച് ചേർത്തേക്കുന്നത്. അരി വറുത്തത് ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടും ഇതിനെ. അരി വറുത്തത് കൂടി ചേർത്തപ്പോൾ ഒന്നും കൂടി അത് തിക്കായി തുടങ്ങി. ഈ സമയത്ത് നമ്മൾ ചേർക്കാനുള്ള സാധനങ്ങളൊക്കെ ചേർക്കണം. ഇനിയും തിക്കായി കഴിഞ്ഞാൽ ഇത് ഇളക്കി യോജിപ്പിക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മൾ ആ നട്ട്സും കിസ്മിസൊക്കെ വറുത്ത് വെച്ചത് അത് ചേർത്ത് കൊടുത്തു. അരി വറുത്ത് പൊടിച്ചത് ചേർത്ത് കൊടുത്തു. ഇനി നമ്മൾ മറ്റേ ജീരകവും ഏലക്കയും ചുക്കൊക്കെ കൂടി പൊടിച്ച് വെച്ചിട്ടില്ലേ,
ആ പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. അതും ചേർത്തിട്ട് ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. ഇനി ഇതിൻ്റെ ഒരു പാകം എന്ന് പറയുന്നത്, ഇപ്പോൾ ഈ ഉരുളിയിലൊക്കെ പറ്റി പിടിച്ചിരിക്കുന്നതാണ്, ഇതെല്ലാം ഉരുളിയിൽ നിന്ന് വിട്ട് നല്ല ഇങ്ങനെ എന്താ പറയുക, പാത്രത്തിനകത്തൂടെ ഇങ്ങനെ ഓടിക്കളിക്കും. ആ ഒരു സമയം വരെ നമ്മളിത് ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. കണ്ടോ, ഇളക്കി ഞാൻ ഈ ഒരു പരുവത്തിൽ എത്തിച്ചിട്ടുണ്ട്. ഇപ്പം നോക്ക്, ഇതാണ് ഞാൻ പറഞ്ഞ പാത്രത്തിനകത്ത് ഓടിക്കളിക്കുമെന്ന് പറഞ്ഞില്ലേ. ഇപ്പോൾ കണ്ട പാത്രത്തിൽ നിന്ന് ഉരുളിയിൽ നിന്നെല്ലാം വിട്ട് വന്നിരിക്കുന്നുണ്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ്, നല്ലൊരു ടേസ്റ്റും നല്ലൊരു മണവും. അപ്പോൾ മത്തങ്ങ കിട്ടുമ്പോൾ ഇതുപോലെ നിങ്ങൾ വരട്ടി നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ്. നമുക്ക് ഇത് വെറുതെയും കഴിക്കാം, അല്ലെങ്കിൽ ഇതിങ്ങനെ ഇപ്പോൾ ഒരുപാട് മത്തങ്ങയൊക്കെ എന്ന് പറഞ്ഞാൽ ഉണ്ടാകുമ്പോൾ ഒരുപാട് ഉണ്ടാവുമല്ലോ. അപ്പം നമുക്കിത് ഇതുപോലെ ഉണ്ടാക്കി സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് ഇലയുടെ ആണെങ്കിലും കൊഴുക്കട്ട ആണെങ്കിലും അങ്ങനെ എന്ത് വേണമെങ്കിലും ഇതും കൊണ്ട് ഉണ്ടാക്കാം. നല്ല ടേസ്റ്റാണ്. അപ്പം എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. അതിനൊക്കെ നല്ല പാകത്തിന് വന്ന് ഇനി ഞാനിതൊരു കുപ്പിക്കകത്തിട്ട് സ്റ്റോർ ചെയ്ത് വെക്കും. അപ്പോൾ നമുക്ക് എത്ര നാൾ വേണമെങ്കിലും ഉപയോഗിക്കാം. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു.